ജപമാലയുടെ പിന്നിലെ കേരള രഹസ്യം. അതുപോലെ ഈ ഒക്ടോബർ മാസത്തിൽ ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിശ്വാസികൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ മലയാളികൾക്ക് എല്ലാം അഭിമാനിക്കാവുന്ന ഒരു രഹസ്യം ജപമാലയ്ക്ക് പിന്നിലുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ജപമാലയ്ക്ക് പിന്നിലെ സന്തോഷത്തിന്റെ ആ രഹസ്യം, മലയാളികൾ മറക്കരുതാത്ത ആ മഹിമയുടെ രഹസ്യവുമായി പോസിറ്റീവ് സ്റ്റോക്കിന്റെ ഈ അധ്യായം. കൊന്ത ഒന്നെങ്കിലും ഇല്ലാത്ത ഒരു കത്തോലിക്ക ഭവനവും നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല. വാഹനങ്ങളിൽ കൊന്ത ഒരു അലങ്കാരം മാത്രമല്ല, അനുഗ്രഹം കൂടിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഇറ്റലി കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും അധികം ജപമാലകൾ നിർമ്മിക്കുകയും കയറ്റുമതി നടത്തുകയും ചെയ്യുന്ന ഒരു ഗ്രാമത്തിലേക്ക് ജപമാല നിർമ്മാണത്തിന്റെ വിശദാംശങ്ങൾ അന്വേഷിച്ചിട്ടുള്ള ഒരു യാത്രയാണിത്. ഭാരതത്തിന്റെ ആദ്യ വിശുദ്ധനായ വിശുദ്ധ ചാവറയച്ചന്റെ കർമ്മഭൂമി എന്ന പേരിൽ കേരളത്തിന്റെ തീർത്ഥാടന ഭൂപടത്തിൽ ഇടം പിടിച്ച കൂനമാവ് എന്ന ഗ്രാമത്തിൽ നിർമ്മിക്കുന്ന കൊന്തകളാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്നത് എന്നത് മലയാളിക്ക് അഭിമാനിക്കാവുന്ന ഒരു രഹസ്യമാണ്. കൂനമാവ് എന്ന ജപമാല ഗ്രാമത്തിലെ കാഴ്ചകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് യശശരീരനായ മലയാളത്തിന്റെ പ്രിയപ്പെട്ട തിരക്കഥാകൃത്ത് ശ്രീ ജോൺ പോൾ പറയുന്നത് ശ്രദ്ധിക്കുക. ഇന്നും ലോകത്ത് കിട്ടുന്ന കൊന്തകളിൽ ഏറ്റവും നല്ല കൊന്ത കിട്ടുന്നത് കൂനമാവിൽ നിന്നാണ്. അവിടെ കൈത്തൊഴിലായിട്ടാണ് കൊന്ത ഉണ്ടാക്കുന്നത്. ശ്രീ ജോൺ പോൾ പറഞ്ഞത് ശരിവെച്ചുകൊണ്ട് ഇറ്റലി ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിലേക്ക് ജപമാലകൾ കയറ്റി അയക്കുന്ന കൂനമാവിലെ കൊറോണ വെൽ റൊസാരിയ എന്ന വ്യാപാര സ്ഥാപനത്തിന്റെ അമരക്കാരൻ രവി ജോസ് പറയുന്നു. പിന്നെ കൊന്ത ഇട്ട് ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു അറിവില് ലോകത്ത് തന്നെ കൂനമാവാണ് ഏറ്റവും ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലം. ഇറ്റലിയിൽ പോലും നമ്മുടെ ക്വാളിറ്റിയുള്ള ഇതില്ല. ചൈനക്കാരൊക്കെ നമ്മുടെ ക്വാളിറ്റിക്ക് ഒരിക്കലും ഇല്ല. ചൈന ബാക്കിയെല്ലാം ഭംഗിയായിട്ട് ഉണ്ടാകും. കൊന്തയുടെ കാര്യത്തിൽ അവർക്ക് നമ്മുടെ കൂനമാവ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ലിറ്റിൽ റോം എന്ന് അറിയപ്പെടുന്ന. എറണാകുളം ജില്ലയിലെ കൂനമാവ് അറിയപ്പെടുന്നത് തന്നെ ജപമാല നിർമ്മാണത്തിനാണ്. ഈ പ്രദേശം ചെറിയ റോം എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇവിടെ ഓരോ വീട്ടിലും ജപമാല നിർമ്മിക്കുകയാണ് ഇവിടുത്തെ സ്ത്രീകൾ. ഇറ്റലിയിൽ ലഭിക്കുന്ന മേന്മ കൂടിയ കൊന്തകളും കൂനമാവിന്റെ സൃഷ്ടിയാണ് എന്നറിയുക. അതിന് പിന്നിലുമുണ്ട് മറ്റൊരു അറിയാ കഥ. ആ കഥ ഇങ്ങനെ: അതിനകത്ത് ഇടയിൽ ഇടുന്ന കാശുരൂപങ്ങളും പിന്നെ ക്രോസും അത് നമ്മളേലും ഭംഗിയായിട്ട് ഇറ്റലിക്കാർക്ക് പറ്റും. അപ്പൊ അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൊന്ത നമ്മളുടെ അത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ആ ക്രോസും ഇതും അവർ ആഡ് ചെയ്യും. അവിടെ ക്രോസ് ഇടാതെ നമ്മളോട് പർച്ചേസ് ചെയ്യും. നമ്മളിവിടെ സ്വാഭാവികമായിട്ട് ഒരു 50 രൂപ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ക്രോസിന് മാത്രം വരും 50 രൂപ, അതിന്റെ 3/4. അതിൻ്റെതായ അവിടെ നോക്കുമ്പോൾ അവർ ആ ക്രോസിലെ ഇറ്റലി മെയ്ഡിന് എഴുതിയിട്ടുണ്ടാവും. പക്ഷെ കൊന്ത കൂനമാവ് കൊന്തയായിരിക്കും. അപ്പൊ ഒറ്റ കാഴ്ചയിലെ ഇറ്റലി റോസറി ആയി. കൂനമാവ് കൊന്തകൾ അങ്ങനെ മെയ്ഡ് ഇൻ ഇറ്റലി കൊന്തകളായി നമ്മുടെ കൈകളിൽ എത്തുന്നു. ഇനി കൂനമാവിലെ മറ്റൊരു കൊന്ത നിർമ്മാണ യൂണിറ്റിലേക്ക്. കൂനമാവരുടെ അനുഗ്രഹവും ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ചയും എല്ലാം നമ്മുടെ ഈ കൊന്ത നിർമ്മാണത്തിൽ കൂടി തന്നെയാണ് കൂടുതലും നല്ല ഇതായി വന്നേക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഒരു വീട്ടമ്മമാർക്കൊക്കെ ഒരു ചെറിയൊരു ജോലി പോലെ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു സംവിധാനമാണിത്. അതൊരു വലിയ അനുഗ്രഹമാണ് ശരിക്കും. ഈ ജപമാല നിർമ്മാണം അവർക്കൊരു പ്രാർത്ഥനയാണ്, സമർപ്പണമാണ്. ഈ ജോലിയിൽ അവർ പൂർണ്ണ തൃപ്തരുമാണ്. ലോകത്തിൽ ഏറ്റവും അധികം കൊന്ത ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നാടായി കൂനമാവ് മാറിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ പിന്നിലെ ദീർഘവീക്ഷണം വിശുദ്ധ ചാവറ പിതാവിൻ്റെതാണ്. സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് ഒരു വരുമാന മാർഗം എന്ന നിലയിലാണ് ബോംബെയിൽ നിന്നും 2 നിർമ്മാണ വിദഗ്ധരെ കൂനമാവിൽ കൊണ്ടുവന്ന് 1860 കാലഘട്ടത്തിൽ കൊന്ത നിർമ്മാണം ഉൾപ്പെടെയുള്ള കരകൗശല നിർമ്മാണ പ്രവർത്തനങ്ങൾ ചാവറയച്ചൻ വീട്ടമ്മമാരെ പഠിപ്പിച്ചത്. ഈ ബംഗ്ലാവിലായിരുന്നു അന്ന് ആ വിദഗ്ധർ താമസിച്ചിരുന്നത്. പതിറ്റാണ്ടുകൾ ജപമാല നിർമ്മാണ പരിശീലനത്തിന്റെയും ജപമാല നിർമ്മാണത്തിന്റെയും വേദികളായിരുന്ന കൂനമാവ് കർമ്മലിത്ത മഠത്തിലെ സന്യാസിനികൾ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. കൂനമാവിലെ കുറെ വീടുകൾ, ഒരു 100 വീടുണ്ടെങ്കിൽ ഒരു 45 വീട്ടിൽ തന്നെയെങ്കിലും കൊത്തുകെട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഈ മഠത്തിലെ സന്യാസിനികൾ ജപമാല കോർക്കുന്നു. ജപമാല നിർമ്മാണം തുടരുന്ന മറ്റൊരു വീട് ലക്ഷ്യമാക്കി ഞങ്ങൾ പിന്നീട് യാത്രയായി. രാഖി എന്ന വീട്ടമ്മ 2 മിനിറ്റ് കൊണ്ട് ഒരു 10 മണി കൊന്ത നിർമ്മിക്കുന്ന വിധം ഞങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തന്നു. വിശുദ്ധന്മാരുടെ ചിത്രങ്ങൾ കോർത്തൊരുക്കിയ മറ്റൊരു ജപമാലയും മിനിറ്റുകൾ കൊണ്ട് ഈ വീട്ടുകാർ ഞങ്ങൾക്കായി നിർമ്മിച്ചു തന്നു. ഇതുപോലെ നിരവധി കുടുംബങ്ങളിൽ വീട്ടമ്മമാർ ഇപ്പോഴും ജപമാലകൾ കോർത്തുകൊണ്ടിരിക്കുന്നു.
ഈ ഡോക്യുമെന്ററി ചെയ്യുവാൻ സഹായിച്ച കൂനമ്മാവിന്റെ മനമറിയുന്ന കൂനമ്മാവ് ITCയുടെ പ്രിൻസിപ്പളായ ജോബി കോഴിക്കോട്ടച്ചൻ ജപമാല ഗ്രാമത്തെക്കുറിച്ച് അഭിമാനത്തോടെ പറയുന്നു. കേരളത്തിൽ മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ പല രാജ്യങ്ങളിലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ജപമാല നിർമ്മിക്കപ്പെടുന്ന ഒരു സ്ഥലം കൂനമ്മാവ് തന്നെയാണ്. അതിന്റെ അടിസ്ഥാനമായിട്ട് നോക്കുമ്പോൾ വിശുദ്ധ ചാവറയച്ചന്റെ വലിയ ദീർഘവീക്ഷണമാണ് ഇതിന്റെ പിന്നില് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ചാവറയച്ചൻ തുടങ്ങി വെച്ച കൊന്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂനമ്മാവ് ആശ്രമത്തിലൂടെ വളർന്ന് വികസിച്ച കഥ ചരിത്രകാരൻ കൂടിയായ ജോർജ് കൂടലിലച്ചൻ ഓർമ്മിച്ചെടുക്കുന്നു. 1940 തൊട്ട് 60 വരെ കൂനമ്മാവ് എന്താ ഇതിന് താല്പര്യമെടുത്തു. കാരണം ചാവറയച്ചൻ തുടങ്ങിയ ഒരു സംവിധാനമുണ്ട്. താല്പര്യമെടുത്ത് ഇവിടെ നാട്ടുകാരെ കൊണ്ട് ഈ ഒരു വീടുകളിലേക്ക് ഈ കൊന്തക്കുരും സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കും. അവർ വീട്ടുകളിൽ നിന്ന് കെട്ടിയാൽ മതി, കെട്ടി ഇവിടെ തിരിച്ചു കൊടുക്കും. അപ്പോൾ അതിന് അവർക്കുള്ള കൂലി കൊടുക്കും. അതിൻ്റെ ലാഭം വരുന്നത് തന്നെ അവർക്ക് തന്നെ വർഷാവസാനത്തോ ഓരോ അവസരങ്ങളിൽ പങ്കിട്ട് കൊടുക്കുക. അദ്ദേഹം രചിച്ച ചരിത്ര ഗ്രന്ഥത്തിൽ കൂനമ്മാവിലെ ജപമാല ചരിതം വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഈ കൊന്ത നിർമ്മാണം ഇത്രയും വളർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇത് കുര്യാക്കോസിച്ചൻ ഇവിടെ കുര്യാക്കോസിച്ചൻ്റെ പാദം പതിഞ്ഞ് ഇവിടെ കുറേ പള്ളിയും പള്ളിക്കൂടവും പിന്നെ ഇതൊരു തൊഴിൽ രീതിയിൽ അച്ഛനാണ് ഈ കൊന്ത ഇട്ട് ഇവിടെ പഠിപ്പിച്ചതെന്നാണ് എന്നെ കേട്ടയക്കണത്. അപ്പം ഇതിൻ്റെ വളർച്ചയുടെ പിന്നിൽ കുര്യാക്കോസിച്ചൻ തന്നെയാണ്. ഈ ജപമാല മാസത്തിൽ കൂനമ്മാവ് എന്ന ജപമാല ഗ്രാമത്തെ കുറിച്ച് ഓർത്ത് നമുക്ക് അഭിമാനിക്കാം. നന്ദി പറയാം ചാവറയച്ചന്.